72 സീറ്റിലേക്ക് UDF ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 61 LDF, UDF 72. കളമശ്ശേരിയിൽ UDF മുന്നിലേക്ക് വരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ. മറ്റൊരു മന്ത്രിമണ്ഡലം കൂടി വീണുടയുകയാണോ എന്ന സംശയം ജനിപ്പിച്ചുകൊണ്ട് കളമശ്ശേരിയിൽ ഇതാ UDF മുന്നിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് മന്ത്രിമാരാണ് ഇപ്പോൾ പിന്നോട്ട് നിൽക്കുന്നത്. ഒന്ന് മന്ത്രി വീണ ജോർജ്, ഇപ്പൊ കളമശ്ശേരി. രണ്ട് മന്ത്രിമണ്ഡലങ്ങൾ LDF-നെ കൈവിട്ടു പോവുകയാണോ എന്ന ചോദ്യം തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ ബിജു ചെറിയത്ത് 10 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ 62 സീറ്റുകളിലാണ് LDF നിൽക്കുന്നത്. 71 സീറ്റുകളിൽ UDF, 4 സീറ്റുകളിൽ NDA-യും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ എന്ന് പറയുന്നത് നമുക്ക് UDF-ന്റെ കോട്ടയാണ്. പക്ഷേ അവിടെ LDF ഒരു 10 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന എന്നൊരു വാർത്ത വരുന്നു. കളമശ്ശേരിയാണ് 600 വോട്ടുകൾക്ക് അബ്ദുൾ ഗഫൂർ മുന്നിൽ നിൽക്കുന്ന എന്നൊരു വാർത്ത. തിരൂരിൽ UDF കുർക്കോളി മൊയ്തീൻ മുന്നിൽ നിൽക്കുന്നു. ആലത്തൂര് LDF ആണ്, ചേലക്കര LDF ആണ്, കുന്നംകുളം LDF ആണ്, ഗുരുവായൂർ LDF ആണ്, ആലത്തൂര്, നെന്മാറ, ചിറ്റൂര്, തരൂര് LDF ആണ്. നമുക്കറിയാം പാലക്കാട് ജില്ലയാണ് LDF-ന്റെ ഈ കുതിപ്പിന് വളരെയധികം നിർണായകം. NDA-യുടെ സ്കോർ ബോർഡ് 5 ആയിരിക്കുന്നു. NDA-യുടെ സ്കോർ ബോർഡ് 5 ആയിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത.